ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വയനാട്ടിലെ ഒരു 4 bedroom കോട്ടേജിലേക്കാണ്. നല്ല കപ്പിൾ ഫ്രണ്ട്ലി, ഫാമിലി ഫ്രണ്ട്ലി, നല്ല അടിപൊളി ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റിസോർട്ടിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ വരുന്നത്. അറ്റ് എ ടൈം ഒരു 4-5 വണ്ടിയൊക്കെ വരുവാണെങ്കിൽ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേസ് ഉള്ള ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഈ പ്രോപ്പർട്ടിയിൽ. അപ്പൊ നമ്മുടെ 4 കോട്ടേജ് പ്രോപ്പർട്ടിയിലെ ഇത് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണിത്. അപ്പൊ ഈ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. ബെഡ്റൂം ഒക്കെ എങ്ങനെയാ ഒരു ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കാം. അപ്പൊ ഇവിടെയാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറൊക്കെ ഓപ്പൺ ആക്കി കയറുമ്പോൾ തന്നെ നല്ല കൂൾ ആംബിയൻസ് ആണ്. കാരണം ബാൽക്കണിയിൽ നിന്ന് നല്ല കാറ്റ് വരുന്നുണ്ട്. റൂമൊക്കെ നല്ല ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിങ് സൈസ് ബെഡാണ്. പറ്റേ ടൈം 3 പേർക്കൊക്കെ സുഖമായിട്ട് നല്ല വലിയ കിങ് സൈസ് ബെഡാണ്. അതുപോലെ AC ഉണ്ട്, എയർ കണ്ടീഷൻ റൂമാണ്. പിന്നെ അതുപോലെ ഇവിടെ TV കാര്യങ്ങൾ, LED TV, ടീ കോഫി സപ്ലൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ വാഷ്റൂം ഒക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം വരുന്നത്. വാഷ്റൂം ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഭംഗിയായിട്ട് അമ്യൂണിറ്റീസും സപ്ലൈസും ഒക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുത്തെ മെയിൻ ഇവിടുത്തെ ഒരു വ്യൂ ആംബിയൻസ് ആണ് ഇവിടുത്തെ ബാൽക്കണി എന്ന് പറയുന്നത്. വാവ്, നല്ല അടിപൊളി ബാൽക്കണി കേട്ടോ. ബാൽക്കണിയുടെ വ്യൂ ആണ് അടിഗംഭീരം. കാരണം നല്ല ലോങ് വാലി വ്യൂ ആണ്. ഫുള്ള് ചുറ്റും നമ്മുടെ ടീ പ്ലാന്റേഷൻ്റെ ഒക്കെ ആയിട്ട് നല്ല വ്യൂ ആണ്. അതുപോലെ നമുക്ക് താഴേക്ക് നോക്കിയാൽ അവിടുത്തെ പൂളും കാണാം കേട്ടോ. സ്വിമ്മിംഗ് പൂളിന്റെ വ്യൂ ഈ ബാൽക്കണിയിൽ നിന്ന് കാണാൻ പറ്റും. അപ്പൊ നല്ല ഭംഗിയുള്ള നല്ല വ്യൂ ഉള്ള ഒരു ബാൽക്കണിയാണ്. അപ്പൊ എല്ലാ ടൈമിലും ഇവിടെ നല്ല കാറ്റാണ്. അപ്പൊ ഇവിടെ ഇരിക്കാൻ ചെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കാനും നല്ല കാറ്റൊക്കെ ഉണ്ട്. നല്ല ആംബിയൻസിലിരിക്കാൻ നല്ല അടിപൊളി പ്ലേസ് ആണ്. ഇതാണ് ഇവിടുത്തെ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ ഏരിയ വരുന്നത്. നമുക്ക് നല്ല വ്യൂ ഉള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട്. നല്ല ഡെപ്ത് ഉണ്ട്, അതുപോലെ നല്ല ലെങ്ത് ഉള്ള, നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ്. ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുമ്പോൾ നല്ല വ്യൂ ആണ്. അതായത് നല്ല വാലി വ്യൂ ഉണ്ട്, ടീ പ്ലാന്റേഷൻ വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സംടൈം മോർണിംഗ്സിൽ നമുക്ക് ഇവിടെ നല്ല ക്ലൗഡ് ബെഡ് ഒക്കെ വ്യൂ ചെയ്യാൻ പറ്റും. നല്ലൊരു സ്വിമ്മിംഗ് പൂൾ ആട്ടോ. നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറന്റ് ഏരിയയിലേക്കാണ്. അപ്പൊ റെസ്റ്റോറന്റ് ഒക്കെ എങ്ങനെയാണ് അവർ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് റെസ്റ്റോറന്റ് ഏരിയയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് ഒക്കെ കയറി റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കുറച്ചൊരു വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. നല്ല വാലി വ്യൂ ആണ്, നല്ല ലോങ് വ്യൂ ആണ്, നല്ല ഭംഗിയുള്ള വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് സമയം ഇവിടെ നിന്ന് ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇവിടെ നിൽക്കാൻ പറ്റും. നമുക്ക് റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല കൂൾ ആംബിയൻസ് ആണ്, നല്ല തണുത്ത കാലാവസ്ഥയാണ്. കാരണം ഞങ്ങളിപ്പോൾ ഉച്ചയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിലും ചൂടൊന്നുമില്ല, നല്ലൊരു തണുത്ത ആംബിയൻസ് ആണ്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നല്ലൊരു ആംബിയൻസിൽ നമുക്ക് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കും, നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പം കിഡ്സ് ഒക്കെ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ. അപ്പൊ കിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു കിഡ്സ് പ്ലേ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോൺസ് ഒക്കെ വെച്ച്, അതുപോലെ നല്ലൊരു എന്താ പറയാ, നമ്മുടെ സീസോയും ഊഞ്ഞാലും കുറച്ച് സ്ലൈഡറൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ലൊരു കിഡ്സ് പ്ലേ ഏരിയ അവർ മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഫുള്ള് ടീ പ്ലാന്റേഷനും പിന്നെ ബാക്ക് സൈഡ് ഫോറസ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾ ഈ വിഷ്വലിൽ കാണുന്നത് അവിടെ കാട്ടുപോത്തുകളൊക്കെ മെയിനാണ്. അപ്പോൾ ഇവിടെ ഈ മൃഗങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നിന്നുകൊണ്ട് തന്നെ അതൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ട്.
കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ടും നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഈ റിസോർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ കൂടുതൽ വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ജിതിൻ.